അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് മക്കളെ. കേരളത്തിൽ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഖുദാഹവ പൂട്ടിയിരിക്കുകയാണ്. എല്ലാവരതും ഒന്നും പൂട്ടിയിട്ടില്ല. വയനാടൻ വ്ളോഗർ നമ്മളെ സുജിൻ, മല്ലു ഫാമിലി സുജിൻ, ഫസ്മിന, ഇവരുടെ അക്കൗണ്ടുകളാണ് പൂട്ടിയിട്ടുള്ളത്. നന്മപരമായിട്ട് വളരെയായിരുന്നു നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ. വെട്ടി വീഴ്ത്തി വയനാടൻ വ്ളോഗർ സീറ്റിലൊക്കെ പൈസ വലിച്ചെറിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അതും പോയി. ഫസ്മിന സാക്കിർ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും സീൻ ഫസ്മിനയാണ് ഇവിടെ. ഫസ്മിന ഒരു അക്കൗണ്ട് പോയി, അടുത്ത അക്കൗണ്ട് തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം പുതിയ അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് വീണ്ടും ഈ ലിങ്കൊക്കെ കൊണ്ടുപോയി കുത്തി കയറ്റിയിട്ടുണ്ട്. എന്തുവാണ് ഇത്? ഒന്ന് കൂട്ടിപ്പോയാലും പഠിക്കൊന്നുമില്ല ഫസ്മിനൊന്നും. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ബാക്കിയുള്ളവരുടെ ലൈഫ് പോയാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയാണോ എന്നുള്ളത് ഒരു പിടുത്തമല്ലടേ. പണിയാണ് അതൊക്കെ എന്നുള്ളത്. അതിനൊന്നും ഫസ്മിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നടക്കൂല മക്കളെ. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ അഭിജിത്തും അഡ്വക്കേറ്റ് ജിയാസും അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അവരുടെ തന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് പോസ്റ്റൊക്കെ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ഓൾറെഡി ഇറ്റ് വാസ് ദെയർ. ഓക്കെ, ഇവർ നല്ല രീതിയിൽ ഇതിന് പണിയെടുത്തിട്ടുണ്ട്. ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ നല്ല നല്ല പണിയെടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. സോഷ്യൽ മീഡിയയിലുള്ളടക്കം നീക്കം ചെയ്യാൻ എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും നോട്ടീസ് അയക്കുകയും പ്രൊമോട്ട് ചെയ്യുന്നവരെ പിടികൂടാൻ നിരീക്ഷണവും ശക്തമാക്കി. ഓക്കെ, സേവ് ലൈഫ്, പ്രൊട്ടക്ട് ഫ്യൂച്ചർ, സേ നോ ടു ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു അങ്കിത് അശോക് IPS, സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് സൈബർ ഓപ്പറേഷൻ സൈബർ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ അവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബെറ്റിംഗ് ആപ്പിനെതിരെ ഇവർക്ക് എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ബൈ ദ വേ ഞാനൊരു കാര്യം പറയാം. ആക്ച്വലി ഇപ്പോൾ ഇവരുടെയൊക്കെ അക്കൗണ്ട് പുൾ ഡൗൺ ചെയ്തിട്ടുള്ളത് മാസീവ് റിപ്പോർട്ടിങ് വന്നിട്ടാണ്. പല രീതിയിലുള്ള റിപ്പോർട്ടിങ് ഇവരുടെ അക്കൗണ്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത് കൊണ്ടും പ്ലാറ്റ്ഫോമുകൾ തന്നെ, ഓക്കെ, ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോകുന്നുണ്ടെങ്കിൽ മെറ്റ തന്നെ ഇവരുടെ ലൈവ് ബാൻ ചെയ്യുക, ഇവരുടെ കോമൻറ്റ് സെക്ഷൻ ബാൻ ചെയ്യുക. കാരണം ഇവർ ഈവൻ പ്ലാറ്റ്ഫോമിനാണെന്നുണ്ടെങ്കിൽ പോലും ഈ ചെയ്യുന്ന പരിപാടി ഒരിക്കലും പ്ലാറ്റ്ഫോമിനടക്കം എന്താ പറയുക ഓക്കെ അടിച്ചിട്ടുള്ള പരിപാടികളല്ല. ഓക്കെ, കണ്ണ് കണ്ട ഈ കറുപ്പ് വെളുപ്പിക്കുന്ന പരിപാടിക്ക് നിന്ന് കൊടുത്തിട്ട് എന്തുവാണ് ഇതൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു, ഇത്രയും ആളുടെ അക്കൗണ്ട്, ഈ 3 അക്കൗണ്ടുകളാണ് പോയി എന്നിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു ന്യൂസ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായ വയനാടൻ വ്ളോഗർ മല്ലു ഫാമിലി സുജിൻ, ഫസ്മിന സാക്കിർ തുടങ്ങിയവർക്കടക്കമുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ മെറ്റ നടപടി എടുത്തിരിക്കുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ബെറ്റിംഗ് ആപ്പുകളെയും ഗെയിമിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ച് കേരള പോലീസ്. അഡ്വക്കേറ്റ് ജിയാസ് ജമാലിൻ്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിൽ പിന്നാലെയാണ് നടപടി. സൈബർ സെല്ലിൻ്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായ ആപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ നിലവിൽ ലഭ്യമല്ല. ഓക്കെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ വയനാടൻ വ്ളോഗർ മല്ലു ഫാമിലി സുജിൻ, ഫസ്മിന സാക്കിർ തുടങ്ങിയവരുടെ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ മെറ്റ നടപടി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ, അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിനകത്ത് എന്താ വിഷയം എന്നറിയോ? ചെറിയ പൈസയല്ല ഇതിനകത്തൊന്നും ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ലൈഫ് പോയിട്ടുള്ളത് കുറച്ച് ആളുകളതൊന്നുമല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ഇനിയും ഇവരിങ്ങനത്തെ പരിപാടികൾ മുന്നോട്ട് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പൊതുജനം ഇതിൽ റിയാക്ട് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു, ഇവർ മാത്രമൊന്നുമില്ല. ഞാൻ റീസെൻ്റ്ലി നിക് വ്ളോഗിൻ്റെ ഒരു 2 സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഇതിൽ നമ്മുടെ ഇവർക്ക് ഈ പറഞ്ഞ സുജിനും വയനാടൻ വ്ളോഗർക്കും എതിരെ നമ്മൾ ഓൾറെഡി അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഷോക്കോസ് നോട്ടീസ് കാട്ടി നമ്മളവർ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിഷയം, എന്തിനാണ് ചെയ്തതെന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ കിക്കിലുള്ള കുറച്ച് ആളുകൾക്ക് നമ്മൾ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ടൈമിന് ഇടയിൽ അവരുടെ ഷോക്കോസ് നോട്ടീസ് റിപ്ലൈ തന്നില്ലെങ്കിൽ ഇനിയും കുറച്ച് പേര് നമ്മൾ പുറത്താക്കും. കാരണം നമുക്കൊരിക്കലും ഇങ്ങനത്തെ ആപ്പും അല്ലെങ്കിൽ ഗെയിം ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരെയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മുടെ സ്റ്റാൻഡാണ്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കും. എന്താണെങ്കിലും ഈ പറഞ്ഞ ജിയാസിൻ്റെയും അഭിജിത്തിൻ്റെയും ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം.
നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ബ്രോ, ഇതെന്താ സംഭവം? എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ്? നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നത്. അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെയൊക്കെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അതെന്താണ് ബ്രോ? ഈ ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും, എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കണം, വീഡിയോ മാത്രമല്ല പോവുക, അക്കൗണ്ടും പോകും. അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും? തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ്. നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനോ ജിയാസ് ബ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവരുടെ ഒരു എഫേർട്ട് ഭയങ്കരമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ കൃത്യമായി അതിനുള്ള എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോഴും ലീഗലാണ്, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ കാണുന്ന ഈ കുറേ ബ്രാൻഡുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കിപ്പി, തുപ്പി, ദിപ്പി, വണ്ണക്കി, ബിക്കി എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളുണ്ട്. ഞാൻ പേര് കൃത്യമായിട്ട് പറയാത്തത് താല്പര്യമില്ല ഒന്നും പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ നോക്കുന്നത് നമ്മളെ ചുറ്റുപാടും ചിലപ്പോൾ മേജർ ഒരു ക്രിക്കറ്റ് ടീമിനെ, ഒരു ഫുട്ബോൾ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ഇമാതിരി ഉടായ്പകളുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ കുറേ പരസ്യങ്ങൾ ഇവന്മാർ കൊടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബാനറിനകത്ത് വരെ ചിലപ്പോൾ ഇങ്ങനത്തെ ഉടായ്പകളുടെ പരസ്യം വല്ല ബ്രാൻഡുകളും അടിച്ചു കയറ്റി കാണും. ഇവരൊക്കെ മാസീവ് ഫണ്ടിങ് നടക്കുന്നുണ്ട്. ചില ഇങ്ങനത്തെ ഗാംബ്ലിങ് ആപ്പുകൾ പറയുന്നത് സ്കിൽ ഗെയിമാണ്. അതായത് എന്ത് സ്കില്ലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്കിൽ ഗെയിമാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആക്റ്റീവായിട്ട് ഓടുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ മാക്സിമം വേറൊരു തന്നെ കണ്ണീരിൻ്റെ പൈസ നിങ്ങൾ വാങ്ങില്ല, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഫൈൻ. കാരണം ഇതൊക്കെ ഒന്നില്ലെങ്കിൽ ഈ നോർത്ത് ബെൽറ്റിൽ കിടക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുടെ പണം വെളുപ്പിക്കാനുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈബർ അറസ്റ്റ് നടത്തിയ ആരുടെയെങ്കിലും പൈസ അടിച്ചു മാറ്റിയത്, സൈബർ ഫ്രോഡ് നടത്തിയ ആളുകളുടെ പൈസ അക്കൗണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത്, ഇതൊക്കെയാണ് നിങ്ങളിലൂടെ ഒരു ആപ്പ് എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാവും തോറും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ അക്കൗണ്ടിന് പോവുകയാണ്. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ക്രെഡിബിലിറ്റി ആസ് എ പേഴ്സൺ, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജനത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എന്ത് വിറ്റും എന്ത് കാണിച്ചും ഞാൻ പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫസ്മിനയുടെ കേസൊക്കെ ഞാൻ ആ അച്ചായൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനതിലെ കോണ്ടൻറ്റും സാധനങ്ങളൊന്നും പറയുന്നില്ല. അച്ചായൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും സ്റ്റിൽ അച്ചായന് ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം സെറ്റാവും, ശരിയാവും. ഈ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഫസ്മിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് പോകണോ, പൈസ എടുക്കണോ, അത് വാങ്ങണോ, ഇത് വാങ്ങണോ, പൈസ കൊടുക്കണോ വേണ്ടതെന്നുള്ളതൊക്കെ ഒരു പേഴ്സണൽ ഒരാളുടെ താല്പര്യമാണ്. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു ഹാഷ് ബൂഷ് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരാളുടെ അടുത്ത് കുറച്ച് കാശുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണമായിരുന്നു അന്ന്, അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അന്ന് ആ വ്യക്തി ഒരു വീഡിയോ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ പറയാൻ കാരണം, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് പോയൊരു സാധനം, പക്ഷേ ഞാൻ പറയാൻ കാരണം ഫസ്മിനൊക്കെ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് വീണ്ടും ഇതന്നെ പരിപാടി കാണിക്കുന്നത് മോശം പണിയാണ്. ഓക്കെ, അതൊന്നും ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ, ഒരാൾക്ക് അത് നല്ലതല്ല. മുന്നോട്ടുള്ള പോക്കിന് ആസ് എ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്ത് മാതൃകയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? റബ്ബിഷ്നെസ്സേ അതിനൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനി മുന്നോട്ട് വരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഉടായ്പകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. എന്താണെങ്കിലും ലീഗലി പൊക്കി തുടങ്ങിയിട്ടുണ്ട്. മെറ്റയാണെന്നുണ്ടെങ്കിലും സംഗതി പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഞാൻ ഇത്ര പേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഒരുപാട് എണ്ണങ്ങളുണ്ട്. ഒടുക്കത്തെ ചാരിറ്റി നന്മമരങ്ങൾ കളിച്ചിട്ട് ഇടയിൽ കൂടി ഇപ്പുറത്ത് വന്ന് ഷോർട്സിൽ ഈ സാധനം ഇട്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഇത് മറ്റേ എന്താ പറയുക, ഇത് ചെറിയൊരു ഗെയിമാണ്, ഇത് കളിച്ചാൽ കാശ് കിട്ടുന്നത്. ഇവിടെ ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും കളിച്ച് കാശുണ്ടാക്കും, പ്രൊമോഷൻ ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് ഒടുക്കത്തെ നന്മ വരും ബിരിയാണി കൊടുക്കലും പായസം കൊടുക്കലും പരിപാടി കാണിക്കുന്ന ഇനിയും കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളല്ലാതെ കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം.
എന്താണെങ്കിലും ഒരു വഴിക്ക് മാതൃക തുടങ്ങിയില്ല അക്കൗണ്ട് പോയിട്ട്. ഇനി വഴിയെ കുറച്ചാളുടെ കരച്ചിലും കൂടി നമുക്ക് കാണാം.